നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്ന് CPMനുള്ളിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായ ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഭരണത്തിലെ വീഴ്ചകളും മേയറുടെ പ്രവർത്തന ശൈലിയും പരാജയത്തിന് കാരണമായി എന്ന ശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ഉയർത്തുന്നത്. ഈ വിമർശനങ്ങളുടെ തുടക്കം കോർപ്പറേഷനിലെ കൗൺസിലർമാരിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ്. യുവ കൗൺസിലറായിട്ടുള്ള ഗായത്രി ബാബു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ പരസ്യ പ്രതികരണം ഈ ആഭ്യന്തര ഭിന്നതയെ കൂടുതൽ ആളിക്കത്തിച്ചു. നഗരത്തിലെ ജനങ്ങളുമായുള്ള ജൈവബന്ധം ഇല്ലാതാക്കിയതാണ് തോൽവിക്ക് കാരണമെന്ന ഗായത്രി ബാബുവിൻ്റെ ആരോപണം മേയറെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നും മേയറുടെ അധികാര സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നതുമായിരുന്നുവെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു. തനിക്കെതിരെ ഉയർന്നു വന്ന ഈ പരസ്യ വിമർശനങ്ങളെ മേയർ ആര്യ രാജേന്ദ്രൻ ഗൗരവത്തോടെയാണ് കണ്ടത് തന്നെ. ഗായത്രി ബാബുവിൻ്റെ പോസ്റ്റ് തനിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന്, ഇത് പാർട്ടിയിലെ അച്ചടക്കം ലംഘിക്കുന്ന നടപടിയാണെന്നും ചൂണ്ടിക്കാട്ടി മേയർ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് ഔദ്യോഗികമായിട്ട് പരാതി നൽകി. ഒരു പൊതുവേദിയിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയെന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഗായത്രി ബാബുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിച്ചു. പാർട്ടി നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെ പരസ്യ പ്രതികരണത്തിന് മുതിരുന്നത് അച്ചടക്ക ലംഘനമാണ് എന്ന നിലപാടിൽ മേയർ ഉറച്ചു നിൽക്കുന്നു. ഈ പരാതിയെ തുടർന്ന് ഗായത്രി ബാബു പിന്നീട് തൻ്റെ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും പാർട്ടിയിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് ഇത് തിരികൊളുത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ തിരുവനന്തപുരത്തെ പരാജയം CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആസ്ഥാനമായ AKG സെന്ററിനുള്ളിൽ കടുത്ത ആഭ്യന്തര കലഹങ്ങൾക്കും ഭിന്നതകൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പരാജയം വിലയിരുത്തി ശക്തിയോടെ തിരിച്ചുവരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പോലും പാർട്ടിക്കുള്ളിലെ വിവരങ്ങൾ കൃത്യമായി ചോർന്ന് മാധ്യമങ്ങളിലേക്കും എതിർ ഗ്രൂപ്പുകളിലേക്കും എത്തുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ആഭ്യന്തര സംഘർഷങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയിൽ ചാരന്മാർ ഉണ്ടോ എന്ന തരത്തിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ AKG സെന്ററിൽ ഉയർന്നിരിക്കുകയാണ്. രഹസ്യങ്ങൾ ചോർത്തുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന ആവശ്യവും ചില നേതാക്കൾക്കിടയിൽ ഉയർന്നു വന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ തമ്മിലടി പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കുന്നുവെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മേയർക്കെതിരെ വിമർശനം ഉയർത്തിയ ഗായത്രി ബാബുവിൻ്റെ നടപടിക്ക് പിന്നിൽ വ്യക്തിപരമായ ഒരു പ്രതികാര വാഞ്ച ഉണ്ടെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഗായത്രിയുടെ പിതാവും മുൻ കൗൺസിലറുമായിട്ടുള്ള വഞ്ചിയൂർ ബാബുവിന് മേയർ സ്ഥാനത്തേക്ക് എത്താൻ ശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ ബാബുവിന് സീറ്റ് വനിതാ സംവരണമായപ്പോൾ മകൾ ഗായത്രിക്ക് സീറ്റ് നൽകി. തുടർന്ന് ഗായത്രി മേയറാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. മുതിർന്ന നേതാക്കൾ പരാജയപ്പെട്ട ആ തെരഞ്ഞെടുപ്പിൽ ഗായത്രി ബാബുവിനെ മേയറാക്കാൻ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം വാദിക്കുകയും വഞ്ചിയൂർ ബാബു ഇതിനായി ചരടുവലികൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ നീക്കങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് ഉന്നത നേതാക്കളുമായുള്ള അടുത്ത ബന്ധത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ അപ്രതീക്ഷിതമായിട്ട് അവിടെ ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തേക്ക് കടന്നെത്തുകയായിരുന്നു. ഈ സ്ഥാന നഷ്ടം അത് വഞ്ചിയൂർ ബാബുവിനും കുടുംബത്തിനും കടുത്ത അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തന ശൈലിക്കെതിരെ കൗൺസിലർമാർക്കിടയിലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും നേരത്തെ തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. മേയർ ഓഫീസുമായി ബന്ധപ്പെട്ട കോക്കസിനെതിരെ CPMലെ കൗൺസിലർമാർക്ക് അടക്കം എതിർപ്പുണ്ടായിരുന്നു. 2024 ജൂലൈയിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോലും മേയറെ മാറ്റിയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകുമെന്ന് ആശങ്കകൾ തന്നെ ഉയർന്നു കേട്ടതാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേയറെ മാറ്റുന്നത് എതിരാളികളുടെ കയ്യിൽ വടി കൊടുക്കുന്നതിന് തുല്യമാണെന്ന വാദമുയർത്തിക്കൊണ്ട് ആര്യയെ അനുകൂലിക്കുന്നവർ ഈ നടപടിയെ തടയുകയായിരുന്നു. മേയറുടെ എല്ലാ വിവാദങ്ങളിലും അവർക്ക് സംരക്ഷണം നൽകാനായിട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി PA മുഹമ്മദ് റിയാസും A റഹീം ഉൾപ്പെടെയുള്ള യുവ നേതാക്കളും മുന്നിട്ടിറങ്ങിയത് തോൽവിക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമായി വിമർശക വിഭാഗം ഇപ്പോൾ ശക്തമായി ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരത്തെ മുതിർന്ന CPM നേതാക്കളിൽ വലിയൊരു വിഭാഗം ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്ത് തുടരുന്നതിനോട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ കോർപ്പറേഷൻ ജനങ്ങളോട് ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ മേയർ പരാജയപ്പെട്ടു. മുൻ ഭരണസമിതികൾക്ക് നഗരത്തിലെ ജനങ്ങളുമായി ഉണ്ടായിരുന്ന ജൈവനാഡി ബന്ധം പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും ആര്യ രാജേന്ദ്രന് കഴിഞ്ഞില്ല. ഭരണത്തിലെ പോരായ്മകൾ ജില്ലാ നേതാക്കൾ തിരുത്താൻ ശ്രമിച്ചിട്ടും സംസ്ഥാന നേതാക്കളിൽ നിന്ന് ലഭിച്ച അമിത പിന്തുണ കാരണം മേയർ തൻ്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല. മേയറുടെ അഹങ്കാരവും ധാർഷ്ട്യവും പാർട്ടിയിലെ അണികൾക്ക് പോലും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നെന്നും ഈ ജനകീയതയില്ലായ്മ അതാണ് CPMന് തിരുവനന്തപുരത്ത് തിരിച്ചടി നൽകിയതെന്നും വിമർശകർ ഒരേ സ്വരത്തിൽ പറയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അത് BJP പിടിച്ചെടുത്തതോടെ CPM പ്രൊഫൈലുകളിൽ പോലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങൾക്കും ട്രോൾ മഴയ്ക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. മേയറുടെ ഭരണകാലയളവിലെ വീഴ്ചകളെയും വിവാദങ്ങളെയും ഒക്കെ തന്നെ വിമർശിക്കുന്ന ഈ പ്രതികരണങ്ങൾ നഗരത്തിലെ ജനങ്ങൾക്കിടയിലെ ശക്തമായ എതിർപ്പിൻ്റെ സൂചനയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഗായത്രി ബാബുവിൻ്റെ വിമർശന പോസ്റ്റ് ഈ പൊതുജന വികാരം ശരിവെക്കുന്ന തരത്തിലായിരുന്നു. യുവ നേതാക്കൾക്കിടയിൽ ഇത്തരം എതിർപ്പുകൾ പാർട്ടിക്ക് കൂടുതൽ തിരിച്ചടിയുണ്ടാക്കുമെന്ന മുന്നറിയിപ്പും നേതൃത്വം ഇവിടെ നൽകുന്നുണ്ട്. അതേസമയം എതിർപ്പുകൾ പാർട്ടി വേദികളിൽ മാത്രം അറിയിക്കണമെന്നും പൊതുമധ്യത്തിൽ പരസ്യമായി പ്രതികരണം നടത്തരുതെന്നും യുവ നേതാക്കൾക്ക് പാർട്ടി ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്.
നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭാവി ഇനി തുലാസിലാണ്. കോർപ്പറേഷനിലെ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മേയർക്കാണെന്ന അഭിപ്രായം ഇപ്പോൾ ശക്തമായതോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകാനുള്ള സാധ്യതകൾക്ക് പോലും ഇവിടെ മങ്ങലേറ്റ് കഴിഞ്ഞു. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിക്ക് പകരമായി ആര്യയെ മത്സരിപ്പിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിലെ കടുത്ത വികാരം കാരണം ആ നീക്കം പാർട്ടിക്ക് ആത്മഹത്യാപരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിനു പുറമെ തിരുവനന്തപുരത്ത് ഭരണം നഷ്ടമാക്കിയ മേയറെ കോഴിക്കോട്ടേക്ക് മാറ്റി നിയമിക്കാനുള്ള സാധ്യതകളെ അവിടുത്തെ പ്രാദേശിക CPM നേതൃത്വം തുടക്കത്തിൽ തന്നെ നുള്ളിക്കളഞ്ഞത് മേയറുടെ രാഷ്ട്രീയ ഭാവിയുടെ അനിശ്ചിതത്വം ഇവിടെ വർദ്ധിപ്പിക്കുന്നതാണ്.